ഹായ്. നമ്മുടെ ഇന്നലെ രമേശ് ചെന്നിത്തല സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടോ. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ വത്സൻ ഖാദർ എന്നറിയപ്പെടുന്ന ഒളിവിലിരിക്കുന്ന ഖാദർ കരിപ്പുടി എന്ന് പറയുന്ന ക്രിമിനൽ പറ്റി ചോദ്യം ചോദിച്ചു. രണ്ടാഴ്ചയിലേറെയായിട്ട് ഈ പ്രതി ഒളിവിലാണ്. ഞാനത് എസ് പിയോട് അന്വേഷിക്കും. ശക്തമായ നടപടി എടുക്കാൻ ആവശ്യം. അപ്പൊ ചോദ്യം ചോദിച്ച സമയത്ത് കാസർഗോഡ് MLA നമ്മളെ മൈൻജിന്റെ അവിടെ നിന്ന് പറയണ്ടേ ചെറിയ തല്ല് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. എല്ലാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു പയ്യനെ പട്ടാപ്പകല് ചവിട്ടി കൂട്ടി കൊല്ലുമെന്ന് പറഞ്ഞതൊരു നിസ്സാര കാര്യമാണോ? ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു നിസ്സാര കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഒരു ലാക്ഷർ ഹോസ്പിറ്റലിൻ്റെ കല്ലട്ര ഗ്രൂപ്പിൻ്റെ എന്തോ ഒരു ഒത്തുകളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ന്യൂസുകളൊക്കെ വരുന്നത്. മനുഷ്യന്റെ നിസ്സഹായതയും ദാരിദ്ര്യത്തെയും വിൽപ്പനയ്ക്ക് വെച്ച് പടുത്തുയർത്തിയ ഒരു മാഫിയ സാമ്രാജ്യം കലട്രൻസ് മെഡിക്കൽ ടൂറിസം. എറണാകുളം റൂറലിലെ പള്ളിക്കര കേന്ദ്രീകരിച്ച് നടന്ന വമ്പൻ അവയവക്കടത്ത് റാക്കറ്റിന്റെ ചുരുളഴിയുകയാണ്. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ വ്യാജരേഖകൾ ചമച്ച അന്താരാഷ്ട്ര തലത്തിൽ വരെ വേരുകളുള്ള ഈ ശൃംഖലയുടെ സൂത്രധാരൻ മുഹമ്മദ് നജീബ് കല്ലട്ര ഒടുവിൽ പോലീസിന്റെ വലയിലായിരിക്കുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഉദ്യോഗസ്ഥ സ്വാധീനവും കവചമാക്കി ഈ നജീബ് നടത്തിയ അണിയറ നീക്കങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ, ഇവിടെ രോഗികളായി എത്തുന്നവർ, അവരെ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. കല്ലട്രൻസ് മെഡിക്കൽ ടൂറിസം. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബ് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. വൃക്ക ആവശ്യപ്പെട്ടു വരുന്ന ഒരാളിൽ നിന്ന് 17 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് നജീബ് ഈടാക്കിയിരുന്നത്. ചില ഘട്ടങ്ങളിൽ ഇത് 35 ലക്ഷം രൂപ വരെ എത്തിയിരുന്നുവെന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ആദ്യം 2 ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസായി നൽകണം. അഡ്വാൻസ് കിട്ടിയാൽ മാത്രമാണ് വൃക്ക നൽകാൻ സാധ്യതയുള്ളവരെ പരിശോധനകൾക്കായി പോലും നജീബ് ആശുപത്രികളിലേക്ക് എത്തിക്കുകയുള്ളൂ. മനുഷ്യ ശരീരത്തിൽ നിന്നും ഇറച്ചികൾ തൂക്കി വെക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ നിസ്സാരമായിരിക്കാം. പക്ഷെ അതുപോലെ അല്ലല്ലോ നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനമായിട്ട് തോന്നും. അല്ല, മായിൻഖാന്റെ അനുയായിയായ ഖാദർ കരിപ്പൊടി ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്ത് 10ൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടും അത് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നാണമില്ലേ എന്ന് കൂടി ചോദിക്കാൻ. നാണമില്ല, അത് വേറെ വിഷയം. അത് ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല നാണമില്ലേ എന്നുള്ളത്. ദയവ് ചെയ്ത് ഇതുപോലുള്ള മറുപടി പറയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുമാനമുണ്ട്, ആ ബഹുമാനം ഇല്ലാതാക്കരുത്. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യനെ പണത്തിന്റെ പേരിൽ കൊട്ടേഷൻ എടുത്തുകൊണ്ട് കൊല്ലാക്കൊല ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞിട്ട് തൊള്ള കൂട്ടിയിരിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരങ്ങൾ പറയാതിരിക്കുക. രമേശ് ചെന്നിത്തല സാർ അത് കറക്റ്റായുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഖാദർ കരിപ്പൊടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം മൂപ്പർക്ക് അറിയാം, മൂപ്പര് അറിയാത്തവരെ അഭിനയിക്കുക, അത് വേറെ വിഷയം. അറിയാത്തവരെ അഭിനയിക്കുന്നതാണ്, അതൊക്കെ വേറെ വിഷയം. മനുഷ്യത്വം മരവിച്ചു പോയ മനസ്സുകളുടെ ഉടമകളായ നിങ്ങളോടൊന്നും പറഞ്ഞ ഒരു മനുഷ്യന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. പണത്തിന് വേണ്ടി മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇറച്ചികൾ മറിച്ചു വെക്കുന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണത്തിന്റെ മേലെ കയറി കിടന്നുറങ്ങിക്കൊണ്ട് വാവിട്ടുകൊണ്ട് നിലവിളിക്കുന്നവർക്കും പാവപ്പെട്ട മനസ്സിന്റെ ഉടമകളുടെ വേദനകൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ചെറിയ അടിയില്ല, ഞങ്ങൾക്ക് അത് വലുതായിട്ടാണ് തോന്നുന്നത്. കാരണം 10ൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ പ്രതിയായ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ബോൺ ക്രിമിനൽ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയക്കാരുടെ പിമ്പാണ് എന്നുള്ളത് ഉറപ്പായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെപ്പോലത്തെ നെറികെട്ട രാഷ്ട്രീയക്കാരുടെ പിമ്പുകളാണ് ഖാദർ കരിപ്പൊടിയെ പോലത്തെ, ഹാഷിമിനെ പോലത്തെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനിയെങ്കിലും കാസർഗോഡുള്ള ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ വെള്ളയായിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് ക്രിമിനലുകളെയാണ്. നിങ്ങളൊക്കെ വേണ്ടത് എപ്പോഴാ? വോട്ട് ചെയ്യുന്ന 5 വർഷത്തിന് ഇലക്ഷൻ വരുമ്പോൾ മാത്രം. അവർക്ക് പണം ഉണ്ടാക്കാനും, ഒരു MLA അറിയാലോ, കമറുദ്ദീൻ പണം ഉണ്ടാക്കിയ മൂപ്പര് പോയി. അതേപോലെ തന്നെ എല്ലാവരും പണം ഉണ്ടാക്കാനും പേര് നേടാനും വേണ്ടി മാത്രമാണ് പലരും രാഷ്ട്രീയ കുപ്പായം അണിയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക.
നിങ്ങളെ നാട്ടിലെ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ വെള്ളയും ഇട്ട രാഷ്ട്രീയക്കാരും നെറികെട്ടവരും പണക്കാരുമാണ് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനും കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇന്ന് നമ്മൾ ഉദുമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും, ലൈവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് 8:30 മണിക്ക് നമ്മളെ ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ ശരി.